Here is the first question, number 1. Here the gain for the circuit is minus 12. Then find the value of R. This is the question. Here is the question. Here the gain for the circuit is minus 12. Minus 12 ആണ് ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. ഈ സർക്യൂട്ടിൻ്റെ ഗെയിൻ എന്നത് ആണെങ്കിൽ അങ്ങനെ കിട്ടാനായിട്ട് ഈ ആറിൻ്റെ വാല്യൂ എന്താണ്, ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്താണ്? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ദിസ് റെസിസ്റ്റൻസ് ടു ഗീവ് എ minus 12 ഗെയിൻ ഫോർ ദിസ് സർക്യൂട്ട്. ഓക്കെ, സിമിലറായിട്ടുള്ള പ്രോബ്ലം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ജസ്റ്റ് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം തന്നത്. ലെറ്റ് ദിസ് പോയിൻ്റ് ഈസ് വോൾട്ടേജ് ഈസ് VA, ദിസ് പോയിൻ്റ് വോൾട്ടേജ് ഈസ് VB. Then if we apply Kirchhoff current law at the junction VA, you will get VB in the form of VIN. You will get VB in the form of VIN. And again you apply Kirchhoff current law at this node, you will get V out in the form of VIN. Once you got V out in the form of VIN, then you know that V out by VIN is minus 12. Put the value V out by VIN is minus 12, then you will get the value of R. ക്ലിയർ ആയോ? എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്? കഴിഞ്ഞ ക്ലാസ്സിൽ കയറാത്തവരോ ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ ഇതിനകത്ത്? ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കണം കേട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു അപ്ലൈ Kirchhoff current law at this junction VA. What you will get? Apply KCL at VA. Here VA is 0. എന്തുകൊണ്ട് VA 0 ആയത്? എന്തുകൊണ്ട് VA 0 ആയത്? വെർച്വൽ ഗ്രൗണ്ടാണ്. വെർച്വൽ ഗ്രൗണ്ട് സബ്ജക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 0 ആണെങ്കിൽ ഇവിടെയും 0 ആയിരിക്കും. ഓക്കെ, ദെൻ ഇഫ് യു അപ്ലൈ KCL at this node, VA minus VIN divided by 10K plus VA minus VB divided by 10K equal to 0. Okay, put VA is equal to 0, then VB is equal to minus V. You will get VB as minus V. So you get VB, and again you have to apply KCL at this node, VB node. So apply KCL. Apply KCL. നിങ്ങൾ ചെയ്ത് പൊക്കോട്ടോ, ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്ത് പൊക്കോളൂ. What you will get? VB minus VA divided by 10K plus VB minus 0 divided by R plus VB minus Vout divided by 10K is equal to 0. Okay, so you will get answer as VB
minus VA divided by 10K plus VB minus 0 divided by 10K, not 10K, it's R, it is R divided by R plus VB minus V out divided by 10K equal to 0. Okay. Put VB is equal to minus V in and VA is equal to 0, then minus V in divided by 10K plus minus V in divided by R plus minus V in divided by 10K is equal to V out divided by 10K. Put V in as common here, minus V in as common, then you will get 1 by 10K, 1 by R, 1 by 10K is equal to V out divided by 10K. Okay. As we all know that V out by V in minus V out, from that minus V out by V in is equal to 10K divided by, or 10K into 1 by 10K, 1 by R, 1 by 10K. Okay. As we already know that V out minus V out by V in, or V out by V in is equal to minus 12, then minus V out by V in is equal to 12. Okay. So from that you will get here gain is given as minus 12. So minus V out by V in is 12. So 12 is equal to 10K divided by, this is 2 by 10K, 1 by R. From that, if you solve this equation, you will get R is equal to 1K. Okay, got it. നിങ്ങൾക്ക് കിട്ടിയോ? എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായോ? ആർക്കെങ്കിലും ഇത് മനസ്സിലാവാത്തതുണ്ടോ? ഇതിനകത്ത് ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാത്തതുണ്ടോ ഈ പ്രോബ്ലത്തിൽ? ഇങ്ങനത്തെ പ്രോബ്ലംസ് ഡിഫറെൻറ്റ് ടൈംസ് നിങ്ങൾക്ക് ഗേറ്റിനും അതുപോലെ തന്നെ ജസ്റ്റിനും ജാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിൻ്റെ ഐഡിയ കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന്? മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോ? ക്ലിയർ ആയോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഇതുപോലത്തെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചെയ്യാമല്ലോ അല്ലേ? ഇനി നിങ്ങൾക്ക് ഡൗട്ടുകളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഓക്കെ, ഫൈൻ. ഞാൻ ഇതുപോലത്തെ 1-2 പ്രോബ്ലം കൂടി നിങ്ങൾക്ക് അസൈൻമെൻറ്റ് പോലെ തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, so there is another problem. ഇത് ഗേറ്റ് ചോദിച്ചൊരു പ്രോബ്ലമാണ്. Question number 2. Find V0, ഔട്ട്പുട്ട് വോൾട്ടേജ് V0. കുറച്ച് ഈസി ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, അത് സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മൈനസ് പ്ലസ് so this is 8K, this is 1K, this is plus 3 voltage, this is again 1K, this is plus 2 voltage, this is 5K, and this is the V out. You have to find out the output voltage. You have to find out the output voltage.
സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ചെയ്തു. പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു പ്രോബ്ലമാണ്, അത് കാരണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യുക? ലെറ്റ് 2 പോയിൻ്റ് അസ്യൂം ചെയ്യുക. കൺസിഡർ ദിസ് പോയിൻ്റ് ഈസ് വി എ ആൻഡ് ദിസ് പോയിൻ്റ് ഈസ് വി ബി. 2 പോയിൻറ്റുകൾ അസ്യൂം ചെയ്തു, വി എ ആൻഡ് വി ബി ആയിട്ട്. ദെൻ യു ഹാവ് ടു അപ്ലൈ വാട്ട് ഈസ് വി എ. വി എ എന്താണ്? ഇറ്റ് ഈസ് ദ വോൾട്ടേജ് വി എ. Here VA is equal to plus 3 voltage into 8K divided by 8 plus 3, that is sorry 8 plus 1, that is 9K. Three voltage into 8K. So this is 3, so it is that value. Hmm, 8 by 3K. Sorry, 8 by 3 volt. Okay. Then what is you have to find output voltage. So apply KCL at VB. VB minus 2 divided by 1K plus VB minus VO divided by 5K is equal to 0. So what will be that? Apply KCL at VB. You will get VB minus 2 voltage divided by 1K plus VB minus V0 divided by 5K equal to 0. Here VA is equal to VB. VA തന്നെയാണ് VB. So I can put the value 8 by 3 voltage. So you will get VB, that is V0 is equal to 6 VB minus 10. Here VB is equal to VA, so 8 by 3. So that is V0 is equal to 6 into 8 by 3 minus 10, that is 2. That is V0 is equal to 6 voltage. Okay, clear? എളുപ്പമായിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നത്. ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. KCL ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ക്ലിയർ ആയോ? ഇതിനകത്ത് ഡൗട്ട് ഉണ്ടോ? ഈ പ്രോബ്ലത്തിനകത്ത് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ല? ഓക്കെ. ഞാൻ പെട്ടെന്ന് ചെയ്തു പോകുന്നത് ഇത് എളുപ്പമുള്ളതുകൊണ്ടാണ്. another problem that is a very important problem. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ലെറ്റ് ദി മാഗ്നിറ്റ്യൂഡ് of the gain in the inverting amplifier circuit shown be X with switch S1 is open. When switch S1
is closed, the magnitude of the gain becomes, okay, so that was the question. And here is a സർക്യൂട്ടോടെ ഞാൻ വരയ്ക്കാം, എന്നിട്ട് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ക്വസ്റ്റ്യൻ എന്ന്. That is V out, that is R, here it is R, and here it is S1. So this is the question, and options are 2x, x by 2, x, x minus 2. So question ഞാൻ ഒന്നുകൂടെ പറയാം. Let the magnitude of the gain in the inverting amplifier circuit shown be x with the switch S1 is open. അതായത് ഈ പ്രോബ്ലം പറയുന്നത് സ്വിച്ച് S1, ഇവിടെ സ്വിച്ച് S1 ആണ്, S1 ഓപ്പൺ ആയിരിക്കുമ്പോൾ ഈ സർക്യൂട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എക്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വിച്ച് ഓപ്പൺ ആയിരിക്കുമ്പോൾ ഈ സർക്യൂട്ടിൻ്റെ എൻ്റയർ ഗെയിൻ്റെ മാഗ്നിറ്റ്യൂഡ് എക്സ് ആണെന്നാണ് പറയുന്നത്. വെൻ സ്വിച്ച് S1 ഈസ് ക്ലോസ്ഡ്, S1 ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഗെയിൻ ബിക്കംസ് എന്താവും എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഈ സർക്യൂട്ടിൻ്റെ എൻ്റയർ ഗെയിൻ എന്ന് പറയുന്ന എക്സ് ആണ് വെൻ സ്വിച്ച് ഓപ്പൺ ആയിരിക്കുമ്പോൾ. അങ്ങനെയാണ് ഈ സ്വിച്ച് S1 ക്ലോസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗെയിൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. എന്തായിരിക്കും? സ്വിച്ച് S1 ക്ലോസ്ഡ് ആയിരിക്കുമ്പോൾ എന്താണ്, ഈ R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ബൈപ്പാസ് ചെയ്തു എന്നാണ്. R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഇല്ല, കാരണം കറണ്ട് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഇല്ലാത്ത പാത്തിലൂടെയാണ് പോവുകയുള്ളൂ. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്വിച്ച് ഇവിടെ ക്ലോസ്ഡ് ആക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് ഈക്വലൻ്റ് ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് ഇല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ക്ലിയർ ആയോ? ശരിക്കും ഇതിൻ്റെ സൊല്യൂഷനിൽ ഇപ്പോൾ ഇതിനെ പറയുന്നത് എന്താണ്, ഇനീഷ്യലി സ്വിച്ച് ഓപ്പൺ ആവുമ്പം എക്സ് ആണ് ഇതിൻ്റെ ഗെയിൻ, മാഗ്നിറ്റ്യൂഡിൻ്റെ ഗെയിൻ എന്നാണ് പറയുന്നത്. സ്വിച്ച് ഓപ്പൺ ആകുമ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ഗെയിൻ എത്ര ഈ സർക്യൂട്ടിൻ്റെ? വെൻ സ്വിച്ച് S1 ഈസ് ഓപ്പൺ, സ്വിച്ച് S1 ഓപ്പൺ ആയി കഴിയുമ്പോൾ വാട്ട് വിൽ ബി ദ ഗെയിൻ? ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്, ഇൻവെർട്ടിംഗ് ആംബിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് -RF/R1 ആണ്. -RF/R1 ആണ്. വേർ ഹിയർ വാട്ട് ഈസ് RF? RF എന്താണ്? ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആണ്. വെൻ സ്വിച്ച് S1 ഓപ്പൺ ആയി കഴിയുമ്പം RF എന്ന് പറയുന്നത് R+R ആണ്. ദാറ്റ് ഈസ് 2R ആണ്. R+R, ദാറ്റ് ഈസ് 2R ആണ് ഗെയിൻ എന്ന് പറയുന്നത്. ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ R1 എന്താണ്? R തന്നെയാണ്. സോ വാട്ട് ഈസ് ഈ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? എക്സ് ആണെന്നാണ് പറയുന്നത്. സോ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്.
കാരണം എന്താണ്, 2r ഡിവൈഡഡ് ബൈ r ആണ് നമുക്ക് ഗെയിൻ ആയിട്ട് കിട്ടുന്നത്. എക്സ് 2 ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. എക്സിൻ്റെ വാല്യൂ 2 ആണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായത്. ഇനി സ്വിച്ച് എസ് ക്ലോസ് ചെയ്യുമ്പോഴോ, സ്വിച്ച് S1 ഈസ് ക്ലോസ്ഡ് ആയി കഴിയുമ്പോൾ ഈക്വലൻ്റ് RF എന്ന് പറയുന്നത് R ആണ്. വെൻ S1 ഈസ് ക്ലോസ്ഡ് RF ഈസ് ഈക്വൽ ടു R ആണ്. ദെൻ ഗെയിൻ എന്ന് പറയുന്നത് R ബൈ R ആണ്. ദാറ്റ് ഈസ് 1 ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ബൈ 2 ആണ്. ക്ലിയർ ആയോ? സോ ദിസ് ഈസ് ദ ആൻസർ. ഡൗട്ടുണ്ടോ? ഈ പ്രോബ്ലത്തിനകത്ത് ഡൗട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞേ, ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ എന്ന് പറഞ്ഞേ. എവിടെയാണ് ഡൗട്ടെന്ന് പറഞ്ഞേ. ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞത്? നിങ്ങൾ ആരും ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാതിരിക്കല്ലേ. നിങ്ങൾ പറഞ്ഞ്, ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ്, മനസ്സിലായിന്നോ മനസ്സിലായില്ലാന്നോ, എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞ്. ക്ലിയർ ആയില്ലല്ലോ അല്ലേ? അപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സ്വിച്ച് S1 ഓപ്പൺ ആണെങ്കിൽ ഇവിടെ ഈ സ്വിച്ചിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല. സ്വിച്ച് ക്ലോസ്ഡ് ആണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ബൈപ്പാസ് ചെയ്യും. അപ്പോൾ എന്താണ് ഗെയിൻ എന്ന് നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ ഫൈൻ. ഓക്കെ, ഇതുപോലെ തന്നെ ഒരു പ്രോബ്ലമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോബ്ലമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടിയൊരു പ്രോബ്ലമാണ്. സോ ക്വസ്റ്റ്യൻ 4. The wiper of 20 kilo ohm potentiometer in the figure is positioned in halfway. Then find V0. Okay. This is the problem. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദ വൈപ്പർ ഓഫ് 20K പൊട്ടൻഷ്യോമീറ്റർ, ഇതാണ് 20K പൊട്ടൻഷ്യോമീറ്റർ, ഈസ് പൊസിഷൻഡ് ഇൻ എ ഹാഫ് വേ, then you have to find out the output voltage. Okay, ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വൈപ്പർ ഹാഫ് വേലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? ഒരു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വൈപ്പർ എന്ന് പറയുന്ന ഈ സ്വിച്ച് ഹാഫ് വേലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിന് മേളിലേക്ക് 10Kയും ഇതിന് താഴത്തേക്ക് 10Kയും ആണെന്നാണ് അതിൻ്റെ അർത്ഥം. സിംപിളി പറഞ്ഞത് ഐഡിയ ക്ലിയർ ആയോ? ഇങ്ങനെ ഒരു പൊട്ടൻഷ്യോമീറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ വൈപ്പർ സ്വിച്ച് എക്സാക്ട്ലി പൊസിഷൻ്റെ ഹാഫ് വേ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലേക്ക് 10Kയും താഴത്തേക്ക് 10Kയും ആണ് വരുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ ഈക്വലൻ്റ് ആയിട്ട് എങ്ങനെ വരയ്ക്കാനായിട്ട് പറ്റും?
നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എഴുതാനുള്ള സമയമൊക്കെ തരുന്നുണ്ടോ? നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ ഇത്? ഹലോ, എഴുതാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പം ഞാൻ ഇതിൻ്റെ ഈ സർക്യൂട്ടിലെ ഈക്വലൻ്റ് ആയിട്ടുള്ള സർക്യൂട്ട് ഞാൻ ജസ്റ്റ് വരയ്ക്കാം, പെട്ടെന്ന് വരയ്ക്കാം. സോ ഞാൻ പറഞ്ഞു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ മുകളിലേക്ക് 10K താഴത്തേക്ക് 10K ആയിരിക്കും വൈപ്പറിൻ്റെ. അങ്ങനെ ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ വൺസ് ഇത് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് അത് ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് ഇൻഫർ ചെയ്യാവുന്ന കാര്യമാണിത്. So this is the circuit, and here position, have positioned in such a way. So here it is negative, here it is positive, and here it is grounded, and here it is 15K. ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല ഈ സർക്യൂട്ടിൽ. ആ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ആ ഇത് മാത്രം ഞാൻ ഈക്വലൻ്റ് ആണെന്ന് പറഞ്ഞ കാരണം രണ്ട് സൈഡിലും ഞാൻ ഈക്വലൻ്റ് ആക്കി വരച്ചിട്ടുള്ളൂ. ഓക്കെ, സോ ലെറ്റ് ദിസ് പോയിന്റ്, and so this point is V1 and this point is VA, something like that. Then what will be if we apply KCL at node V1, what will be the equation become? So if we apply KCL at V1 minus 2 divided by 10K, V1 minus 2 divided by 10K plus V1 minus 0 divided by 10K plus V1 minus VA divided by 10K equal to 0. Is it okay? ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ VA minus 2 divided by 10K plus VA minus 0 divided by 10K plus VA minus V1 minus VA divided by 10K is equal to 0. So this will be the equation while we apply KCL at node V1. So from that you will get V1 minus 2 V1 by 10K V1 by 10K. That means what is here it is V1 and here it is VA. So what is VA? VA is nothing but 0 voltage. Here VA is 0 voltage due to virtual ground. So you will get 2 minus V1 is equal to 2V1. Okay, V1 by 10, V1 minus VA. So this is 3V1 by 10K is equal to എത്ര കിട്ടും? V1 ഇതിനകത്തുനിന്ന് 2/3. Then if you apply KCL at this node, so V1 you will get 2/3. KCL at this node,
apply KCL at VA naught, you will get VA minus V1 divided by 10k plus VA minus V0 divided by 15k is equal to 0. Here VA is equal to 0 and V1 is equal to 2 by 3. So minus 2 by 3 V1 by 10k is equal to V0 by 15k, that is V0, that is the value of V0 is nothing but minus 1 volt. If you solve this one, you will get V0 as minus 1 volt. Okay, clear? വൺസ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി. വൈപ്പറിൻ്റെ പൊസിഷൻ ഹാഫ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേളിലേക്കും താഴത്തേക്കും ഈക്വൽ റെസിസ്റ്റൻസ് ആണ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഫൈൻ. മനസ്സിലായോ ഈ പ്രോബ്ലം? ക്ലിയർ ആണോ ഈ പ്രോബ്ലം? ഞാനൊന്നുകൂടെ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ഈ പ്രോബ്ലം ഒന്നുകൂടെ പറയണോ? ക്ലിയർ ആണോ ഇത്? ഓക്കെ, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പം നിങ്ങളിത് ജസ്റ്റ് ഇപ്പം ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളിത് ഇതിൻ്റെ ഒന്നുകൂടി ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ ഒന്നുകൂടി നിങ്ങളിത് ഒന്നുകൂടി ചെയ്ത് നോക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 6. When the switch S2 is closed, then the gain of the amplifier become, okay, സ്വിച്ച് S2 ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർക്യൂട്ടിൻ്റെ ഗെയിൻ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സർക്യൂട്ട് വരയ്ക്കാം. Here it is V in, here it is V out. ഓക്കെ, ഹിയർ 4 സ്വിച്ച് തന്നിട്ടുണ്ട്. 4 സ്വിച്ച് തന്നിട്ടുള്ള ഒരു സർക്യൂട്ടാണിത്. ഓപ്പറേഷൻ ആംപ്ലിഫയർ ആണ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വെൻ ദ സ്വിച്ച് S2 ഈസ് ക്ലോസ്ഡ്, S2 ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ ഗെയിൻ ഓഫ് ദ സർക്യൂട്ട്? എന്തായിരിക്കും ഗെയിൻ ഓഫ് ദ സർക്യൂട്ട് വെൻ S2 ഈസ് ക്ലോസ്? നിങ്ങൾ തന്നെ പറഞ്ഞേ, പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന ഇതാണ്. ഇതെന്ത് ആംപ്ലിഫയർ ആണ്? ഇതൊരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്താണ്? 1 + RF/R1 ആണ്. ഇവിടെ RF എത്രയാണ്? അപ്പം സ്വിച്ച് S2 ക്ലോസ്ഡ് ആണെങ്കിൽ RF എത്രയാണ്?
ഈ സർക്യൂട്ടിൻ്റെ ആർ എഫ് എത്രയാണ്? 2K. R1 R1 എത്രയാണ്? So when switch S2 is closed, the equivalent circuit എന്തായിരിക്കും? When S2 is closed, when S2 is closed, then the circuit become എങ്ങനെയാവും സർക്യൂട്ട്? സോ പ്ലസ് this is E, S2 ക്ലോസ്ഡ് ആണ്. S2 ക്ലോസ്ഡ് ആകുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ബാക്കിയുള്ളതൊന്നും ക്ലോസ്ഡ് അല്ല, ബാക്കിയെല്ലാം ഓപ്പൺ ആണെന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് 2K, this is 1K, this is 500, this is again 500, and this is grounded. Okay, so this is the RF and this equivalent is R1. So this gain is nothing but 1 plus RF by R1. Here R1 is equal to 1K plus 500 plus 500 is 2K. So gain is equal to clear. ക്ലിയർ ആണോ? നിങ്ങൾക്കത് മനസ്സിലായി ഞാൻ എന്താ ചെയ്തതെന്ന്? S2 മാത്രം ക്ലോസ്ഡ് ആക്കി, ബാക്കിയെല്ലാം ഓപ്പൺ ആണ്. അപ്പോൾ ഇതിനകത്തായിട്ടൊന്നും കണക്ഷൻ ഇല്ല, ആകെ ഇത് മാത്രമേ ഉള്ളൂ. സോ ഇത് 2K ആണ് ഫീഡ്ബാക്ക്. R1 എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി R1 ആണ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇത് എന്താ ഞാൻ ചെയ്തതെന്ന്, ഗെയിൻ എങ്ങനെയായി 2 കിട്ടിയെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇത് ഓക്കെ. അങ്ങനെയാണെങ്കിൽ when switch S3 is closed ആണെങ്കിൽ what will be the gain of the circuit? Let the switch S3 is closed, then what will be the gain of the circuit? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേ. എത്രയായിരിക്കും? 4 ആയിരിക്കും. എക്സലൻറ്റ്. കാരണം എന്താ, ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3K ആവും. 2 + 1 3K ആവും. R1 എന്ന് പറയുന്നത് 500 + 500 1K ആവും. അപ്പോൾ 1 + RF by R1 എന്ന് പറയുന്നത് 3K ഡിവൈഡഡ് ബൈ 1K പ്ലസ് 1. സോ 3 + 1 4. എല്ലാവർക്കും ക്ലിയർ ആയോ? രണ്ട് സ്വിച്ച് ഒരു സമയത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിപ്പം ഫോർ എക്സാമ്പിൾ if I connect S2 and S3 കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട് ഈ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല അതിൻ്റെ. കാരണം ഇതിനെ ഒരു ബൈപ്പാസ് ചെയ്യുന്ന സർക്യൂട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇവിടെ 2K ഉണ്ടാവും, ഇവിടെ ഈ 1K ഉണ്ടാവില്ല, ഇവിടെ ഈ 1K ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ S2 S3 ക്ലോസ്ഡ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് ഗെയിൻ ആസ് 3. കാരണം 2ഉം 1ഉം ആയിരിക്കും കിട്ടുന്നത്. കാരണം എന്താ, ഇതും ക്ലോസ്ഡ് ആണെങ്കിൽ ഇതിനെ ബൈപ്പാസ് ചെയ്തു, ഈ റെസിസ്റ്ററിനെ ബൈപ്പാസ് ചെയ്തു നമുക്ക്. ക്ലിയർ?
then we can have another problem that is a very important problem. നിങ്ങൾ ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ ടൈപ്പുള്ള എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുക. Q7 if V1 and V2 are the inputs and V0 is the output, then the circuit acts as a എന്തായിട്ടാണ് ഈ സർക്യൂട്ട് ആക്ട് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഓപ്ഷൻസ് തരാം. അതിന് മുമ്പ് ഞാൻ സർക്യൂട്ട് വരയ്ക്കാം. V1 V2 ഇൻപുട്ട്സ് ആണ് ആൻഡ് V0 ഔട്ട്പുട്ടാണ്. ഓക്കെ, ഇതിനകത്ത് രണ്ട് ഓപ്പറേഷൻ ആംപ്ലിഫയർ ഉണ്ട്. ദിസ് ഈസ് ഫസ്റ്റ് ഓപ്പറേഷൻ ആംപ്ലിഫയർ വിത്ത് I have applied V1 and this is ഇതിൻ്റെ ഔട്ട്പുട്ടാണ് V0 ആയിട്ട് എടുത്തതാണ്. ആൻഡ് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നും. R2 then we can have another operation amplifier negative, positive, and here it is the next input V2. Okay, and here it is the resistance R2 ഇതുപോലത്തെ കോംപ്ലിക്കേഷൻ എന്ന് വിചാരിക്കുന്ന കുറച്ച് സർക്യൂട്ടുകളൊക്കെ നിങ്ങൾക്ക് തരും. പക്ഷേ ഇത് 1 by 1 ആയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, this is the circuit. Here V1 is one input and V2 is another input and V0 is the output. Then the circuit will be act as a option A voltage adder, B voltage subtractor, and C voltage multiplier, and D none of the above. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. V1 ഉം V2 ആണ് ഇതിൻ്റെ ഇൻപുട്ട്, V0 ആണ് ഔട്ട്പുട്ട്. അങ്ങനെയാണെങ്കിൽ ദ സർക്യൂട്ട് ആക്ട് ആസ്, അതായത് V1 ഉം V2 ഞാൻ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ്, V0 ഈ സർക്യൂട്ടിൽ നിന്നുള്ള ഔട്ട്പുട്ടായിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ V0 എന്ന് പറയുന്നത് എന്തിൻ്റെ ഫോമിലാണ് കിട്ടുന്നത്? V0 ഈസ് പ്രൊപ്പോർഷണൽ ടു V1 minus V2 or V2 minus V1 ഫോമുല കിട്ടുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ്സ് എ വോൾട്ടേജ് സബ്സ്ട്രാക്ടർ. ഇഫ് V1 പ്ലസ് V2ൻ്റെ ഫോമുലയാണ് കിട്ടുന്നതെങ്കിൽ വോൾട്ടേജ് ആഡർ സർക്യൂട്ടായിരിക്കും. V1 ഇൻറ്റു V2ൻ്റെ ഫോമുലയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഇത് വോൾട്ടേജ് മൾട്ടിപ്ലയർ ആയിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ഫോമിലല്ല കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് നൺ ഓഫ് ദി എബോവ് ആൻസർ ആയിരിക്കും. അതായത് നിങ്ങളുടെ വി ഔട്ട്പുട്ട് ഏത് ഫോമിലാണ് കിട്ടുന്നതെന്ന് നോക്കുക. വി ഔട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു V1 മൈനസ് V2 ആണോ, വി ഔട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു V1 പ്ലസ് V2 ആണോ, വി ഔട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു V1 ഇൻറ്റു V2 ആണോ, അത് വേറെ എന്തെങ്കിലും വാല്യൂ ആണോ എന്ന് നോക്കുക. ഓക്കെ, മനസ്സിലായി? ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ? ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ?
ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? എന്നാലാണല്ലോ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടോ? ഞാൻ ഒന്നുകൂടെ പറയണോ ക്വസ്റ്റ്യൻ എന്താണെന്ന്? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ ക്വസ്റ്റ്യൻ എന്താണെന്ന്? ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ എന്താണ്, ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യാൻ പോവുകയാണ്. V0 ആണ് എനിക്ക് കിട്ടേണ്ടത്, V0 ആണ് കിട്ടേണ്ടത്. സോ ലെറ്റ് ഐ അസൈൻ സം പോയിൻറ്റ്. ഹിയർ ഐ അസൈൻ പോയിൻ്റ് ആസ് VA. Let this is the point VA and this is the point VB and this is the point VC. കുറച്ച് പോയിന്റുകൾ ഇട്ടു എന്നേ ഉള്ളൂ. ഹിയർ വി നോ ദാറ്റ് V1 എന്ന് പറയുന്നത് എന്താണ്? അല്ല, VA എന്ന് പറയുന്നത് V1 തന്നെയാണ് അല്ലേ? VA ഈസ് V1 തന്നെയാണ്. ആൻഡ് VC എന്ന് പറയുന്നത് എന്താണ്? VC ഈസ് ഈക്വൽ ടു V2 ആണ്, V2 വോൾട്ടേജ് ആണ്. ഓക്കെ, അതിനകത്ത് ഡൗട്ടൊന്നുമില്ലല്ലോ. VA എന്ന് പറയുന്നത് V1 ആണ്, VC എന്ന് പറയുന്നത് V2 തന്നെയാണ്. ഓക്കെ, നമുക്ക് എന്താണ് കിട്ടേണ്ടത്? ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കിട്ടേണ്ടത്. ഔട്ട്പുട്ട് വോൾട്ടേജ് V1-ൻ്റെയും V2-ൻ്റെ ഫോമിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഞാൻ ഇതിനകത്ത് KCL VA എന്ന് പറഞ്ഞ പോയിന്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് VB ഇൻ ദ ഫോം ഓഫ് V1. V1-ൻ്റെ ഫോമിൽ VB കിട്ടും. ഓക്കെ, ഫൈൻ. ഇനി ഞാൻ ഇപ്പോൾ ഇതിനകത്ത് VB എന്ന് പറഞ്ഞ പോയിന്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് VC ഇൻ ദ ഫോം ഓഫ് VCയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ V0 ഇൻ ദ ഫോം ഓഫ് VB കിട്ടും. സോ VB ഓൾറെഡി ഇൻ ദ ഫോം ഓഫ് V1 കിട്ടിയിട്ടുണ്ട്. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ. നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇഫ് യു അപ്ലൈ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അപ്ലൈ ചെയ്യുക. VAയിൽ ഞാൻ KCL അപ്ലൈ ചെയ്യുന്നു, ദെൻ VCയിലും ഞാൻ KCL അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനീഷ്യലി ഞാൻ VAയിൽ അപ്ലൈ ചെയ്യാം. So you get solution. If apply KCL at VA apply ചെയ്തെങ്കിൽ എന്ത് കിട്ടും? VA divided by R2 plus VA minus VB divided by R1 is equal to 0. Here VA is equal to V1. So from that, എന്തുകൊണ്ടാണ് VA by R കിട്ടിയത്? അതൊന്നും ഇനി പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. VA minus 0 divided by R2, VA minus VB divided by R1 equal to 0. So VA is equal to V1 ആണ്. So you get VB as, ഞാൻ എല്ലാ സ്റ്റെപ്പും എഴുതുന്നില്ല, 1 plus R1 divided by R2. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ 1. ഇത് മാറി നിൽക്കട്ടെ, VBയുടെ വാല്യൂ ഇവിടെ മാറി നിൽക്കട്ടെ. ഇനി if you apply KCL at VC, you will get VC minus VB divided by R1 plus VC minus V0 divided by R2 is equal to 0 എന്ന് കിട്ടും. ഓക്കെ, so I know that VC is equal to V2. So V2 minus VB divided by R1 plus V2 minus V0 divided by R2 is equal to 0. So apply KCL. At VC, or VC is equal to V2. So what will be the value? So the value will become V2 minus VB divided by R1 plus V2 minus V0 divided by R2 equal to 0. Okay, so I just rearrange the equation. V2 minus VB divided by R1 plus V2 divided by R2 is equal to V0 divided by R2. Okay,
as common here. So I take V2 as common here. So what I got, 1 by R1 plus 1 by R2 minus VB divided by R1 is equal to V0 divided by R2. Okay. What is VB? VB is nothing but V1 into 1 plus R1. VB is equal to, so these are 2 R1 R2 divided by R1 plus R2, and what is VB? VB is nothing but V1 1 plus R1 divided by R2 divided by 1 plus 1 by R1 V0 by R2. This R2 is cross multiply ചെയ്തു കഴിഞ്ഞാൽ we will get V0 is ഏതാണ്? yes, മാർക്ക് ചെയ്താണ്. Okay, so ഇതിനകത്ത് R2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ R1, so you will get 1 plus R2 by R1 V2 minus V1. So you will get the output like this. നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. So from that you will get V is proportional to V2 minus V1, where 1 plus R2 by R1 is a constant. So this circuit can be act as a voltage subtractor. Okay, clear? നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൻ്റെ ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. സോ ഇതിൻ്റെ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസറിലേക്ക് ഫൈനലാണ്. സോ V0 ഇൻ ദ ഫോം ഓഫ് V2 മൈനസ് V1ൻ്റെ ഒരു ഫോമിലാണ് കിട്ടിയത്. സോ ദിസ് സർക്യൂട്ട് വിൽ ബി ആക്ട് ആസ് എ വോൾട്ടേജ് സബ്സ്ട്രാക്ടർ. ഇപ്പോൾ V0 എന്ന് പറയുന്നത് V2 പ്ലസ് V1 ഫോമിലാണ് കിട്ടിയതെങ്കിൽ ഇത് വോൾട്ടേജ് ആർഡർ ആയേനെ. V2 ഇൻറ്റു V1 ഫോമിലാണെങ്കിൽ വോൾട്ടേജ് മൾട്ടിപ്ലയർ ആയേനെ. അല്ലെങ്കിൽ ഇതൊന്നും അല്ലാത്തൊരു ടൈമിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് നൺ ഓഫ് ദ എബോവ് ആയിരുന്നു ഓപ്ഷൻ. ക്ലിയർ ആയി? ഞാൻ ഇതൊന്നുകൂടെ പറയണോ? ഇത് എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ തന്നെ ഒന്ന് പ്രാക്ടീസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മതി. സിമിലർ ആയിട്ടുള്ള 1-2 പ്രോബ്ലംസ് ഞാൻ അസൈൻമെൻറ്റ് പോലെ അവിടെ തരാം. നിങ്ങൾ ഇന്ന് ചെയ്യിപ്പിച്ച പ്രോബ്ലംസൊക്കെ നിങ്ങൾ ഒന്നോടെ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഹോംവർക്ക് സിമിലർ ആയിട്ടുള്ള ഹോംവർക്കാണ് തരുന്നത്. നിങ്ങളതും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ഈ ഹോംവർക്ക് തരുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഈ പ്രോബ്ലംസൊക്കെ മനസ്സിലാവാത്തവർ ഉറപ്പായിട്ടും എന്നോട് ചോദിക്കുക. ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റാത്തവർ. ക്ലിയർ ആണല്ലോ അല്ലേ? പ്രോബ്ലംസ് എല്ലാം ക്ലിയർ ആണല്ലോ അല്ലേ ഇന്ന് ചെയ്യിപ്പിച്ചത്? ക്ലിയർ ആണോ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും? ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്.